എത്തിയോ? രണ്ടുപേരും കൂടി എവിടെയായിരുന്നു കറക്കം? പ്രത്യേകിച്ചെങ്കും പോയില്ല. ബുള്ളറ്റ് ഒന്ന് സർവീസിന് കൊടുത്തായിരുന്നു. ഇപ്പഴാ കിട്ടിയ. എന്താ കൂട്ടത്തിൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നോ? ആ അപ്പോ ഞാൻ ഇന്നലെ മുതൽ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ. അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. അമ്മ പറഞ്ഞതുപോലെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. എനിക്കറിയാം. എന്തുകൊണ്ടാ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാ ഏയ് നോ, നിനക്ക് തെറ്റി. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല അപ്പോ. അതുകൊണ്ട് ഞാൻ ആ മണ്ടൻ ചോദ്യം നിന്നോട് ചോദിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ആരോടോ തോന്നിയ ദേഷ്യവും സങ്കടവും തീർക്കാൻ സ്വന്തം മനസ്സിനെയും മനസാക്ഷിയെയും ശിക്ഷിക്കാൻ നോക്കുന്നത് മണ്ടത്തരമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാശത്തിലേക്ക് തന്നെയാവും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറയുന്നത് അപ്പന് മനസ്സിലാവുന്നുണ്ടോ? തെറ്റുകൾ ആർക്കും പറ്റാം. പക്ഷെ പറ്റിപ്പോയത് തെറ്റാണെന്നും ഇനി അത് ആവർത്തിക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്തുമാണ് നമ്മുടെ വിജയം. നിന്നെപ്പോലെ മിടുക്കിയായ ഒരു കുട്ടിക്ക് അതിന് കഴിയണം. പക്ഷെ മോളെ, നിന്റെ ആ പ്രവൃത്തി ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് വിഷമിപ്പിച്ചു. പക്ഷേ ആ സങ്കടത്തേക്കാൾ ഞങ്ങളെ അലട്ടിയത് ഇനിയും നിന്നിൽ നിന്ന് ആ തെറ്റ് ആവർത്തിക്കുമെന്നുള്ള ഭയമാണ്. ആ പേടി കൊണ്ടാ അമ്മ കഴിഞ്ഞ ദിവസം നിന്നോട് ദേഷ്യപ്പെട്ടത്. സോറി അമ്മ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. അപ്പൂ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സോറി പറച്ചിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ബൈബിളിൽ പറയുന്നുണ്ട്, പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അമ്മയുടെയും മോളുടെയും പിണക്കവും സങ്കടമൊക്കെ മാറിയല്ലോ അല്ലേ? കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ തല്ലാനും തട്ടിക്കയറാനൊക്കെ ചെന്നാൽ അവൾക്ക് വാശി കൂടത്തേ ഉള്ളൂ. മാളുവിനെ കുറച്ചു നേരം അടുത്ത് കിട്ടിയപ്പോഴേക്കും അവൾക്ക് സമാധാനമായി തോന്നുന്നു. അതെ, നമുക്ക് അശ്വതിയോടും മുരളിയോടും പറഞ്ഞാലോ? രണ്ടുപേരെയും പഴയതുപോലെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കാൻ. ഏയ്, അത് വേണ്ട ഗീത. ഇനിയിപ്പോൾ ഇതുപോലെ അങ്ങ് പോട്ടെ. എന്നായാലും തമ്മിൽ പിരിയേണ്ടവരാണ് അപ്പവും മാളും. അതിത്തിരി നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പുറത്തു പോയിട്ട് വന്നപ്പോ അവളുടെ മുഖത്തൊരു തെളിച്ചമുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. കൊള്ളാം, അസലായിട്ടുണ്ട് ഈ വേഷം കെട്ട്. ആരെ ബോധിപ്പിക്കാനാപ്പൂ നിന്റെ ഈ പുറപ്പാട്? മറ്റുള്ളവരെയോ അതോ നിന്നെ തന്നെയോ? ഇല്ലാപ്പൂ, നീ ഇനി എത്ര വേഷം മാറി മാറി പരീക്ഷിച്ചാലും നിനക്ക് അപൂർവ എന്ന പെണ്ണാവാൻ കഴിയില്ല. കാരണം നീ അപ്പുവാണ്. അപ്പു എന്ന ആണായി ജീവിക്കാനേ നിനക്ക് കഴിയൂ. നിന്റെ ആഗ്രഹവും ആവശ്യവും അത് തന്നെയാണ്. ശരിയല്ലേ? സ്വന്തം മനസ്സിനെ വഞ്ചിച്ച് സ്വയം ശപിച്ചുകൊണ്ട് എന്തിനു നീ ഇണങ്ങാത്ത വേഷം ധരിക്കുന്നു? ഈ വേഷത്തിന് നിന്റെ ശരീരത്തെ മൂടിവെക്കാൻ കഴിയൂ, നിന്റെ മനസ്സിനെ മറച്ചു പിടിക്കാൻ കഴിയില്ല. ഉപേക്ഷിക്കുക.
വലിച്ചെറിഞ്ഞ് കളയെ ഈ പുറന്തോട്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറ, നീ പെണ്ണല്ല ആണാണെന്ന്. പെണ്ണല്ല ആണാണെന്ന്. പെണ്ണല്ല ആണാണെന്ന്. ആണാണ് നീ. ആണാണ് നീ. ആണാണ് നീ. ആണായി തന്നെ ജീവിക്കണം നിനക്ക്. ഉപേക്ഷിക്ക. നാണം കെട്ട ഈ വേഷം നിന്റേതല്ല. നീ ആണാണ്. ആണ് മാത്രമാണ്. ആണ് മാത്രമാണ്. ആണ് മാത്രമാണ്. ഞാൻ ആണാണ്. ആണായിട്ട് ജീവിക്കണം എനിക്ക്. ആണായി തന്നെ ജീവിക്കണം. ഹലോ അപ്പു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പരീക്ഷണങ്ങൾക്കൊന്നും ഞാനില്ലെന്ന്. ഇപ്പൊ സമാധാനായില്ലേ നിനക്ക്? ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? എനിക്ക് പറ്റില്ല മാളു. ഞാൻ ഈ കോമാളി കളിക്കില്ല. എനിക്ക് ഞാനായിട്ട് തന്നെ ജീവിക്കണം. അപ്പോ ആണാണ്. ആണായി തന്നെ ജീവിക്കും. മനസ്സിലായില്ലേ? അപ്പോ റിലാക്സ്. നീ ഇങ്ങനെ പാനിക് ആവല്ലേ. ഇപ്പൊ നീ സമാധാനത്തോടെ കിടക്ക്. നമുക്ക് രാവിലെ നേരിൽ കാണാം. ഓക്കെ? ഓക്കെ. പക്ഷെ മേലിൽ നീ എന്നെ നിർബന്ധിക്കരുത്. കേട്ടല്ലോ? ഓക്കെ ഓക്കെ. ബി കൂൾ അപ്പോ. നീ ഉറങ്ങ്. നമുക്ക് നേരിൽ കാണാന്ന് പറഞ്ഞില്ലേ? ഗുഡ് നൈറ്റ്.